ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ടിഷ്യൂ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ കിച്ചൺ ടിഷ്യൂ ആണ്. കിച്ചൺ ടിഷ്യൂ ആകുമ്പോൾ നമുക്കിതുപോലെ നീളത്തിൽ കിട്ടും. അതാണ് ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ ടിഷ്യൂന്ന് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ സൈസ് എത്ര വേണോ അതിനനുസരിച്ചുള്ള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നീളം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഫ്ലവറിൻ്റെ വലിപ്പവും കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പറിന് ഹാഫായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ എൻഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ ബാക്കിലേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇതുപോലെ രണ്ട് മടക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാക്കിലേക്ക്. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു സ്റ്റെപ്പ്. ഈ ഒരു സെയിം ഫ്ലവർ നമുക്ക് ക്രേപ്പ് പേപ്പറിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്രേപ്പ് പേപ്പറിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നമ്മൾ ക്രേപ്പ് പേപ്പറിൽ ഒരു ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്രേപ്പ് പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഈ ക്രേപ്പ് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വലിയൊരു ടൈപ്പ് പേപ്പറാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതുപോലെ ചുരുട്ടിയെടുത്താൽ നമുക്കൊരു അടിപൊളി റോസ് ഫ്ലവറായിട്ട് കിട്ടും. ഇനി ഒരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുക്കുകയാണ്. ഞാൻ വൈറ്റ് ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനൊരു ഫ്ലവർ മേക്കിംഗ് വയർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവറിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം നമുക്ക് സ്റ്റെം ചെയ്യാനായിട്ട്. അപ്പോൾ അധികം കട്ടില്ലാതെ ഫ്ലവർ മേക്കിംഗ് വയർ എടുത്താൽ മതി. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റെം ഇതുപോലെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. ഈ ഗ്രീൻ ടാപ്പ് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. 25 റുപ്പീസൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഗം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ലീഫ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ലീഫിനായിട്ട് ഞാൻ ഇതുപോലത്തെ ക്രേപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രേപ്പ് പേപ്പർ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 20 റുപ്പീസൊക്കെയാണ് ഒരു ഷീറ്റിന് റേറ്റ് വരുന്നത്. ഇനി ക്രേപ്പ് പേപ്പർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ടും ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കിയിട്ടാണ് ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. ലീഫിൻ്റെ പാറ്റേണിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ലീഫ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ലീഫ് ഇതുപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഫ്ലവർ മേക്കിംഗ് വയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഗ്ലൂ വേണം. നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യുന്നതാകും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് ഒരു ലൈനായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ലൈന് പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫ്ലവർ മേക്കിംഗ് വയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലീഫ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലവർ മേക്കിംഗ് വയർ വെച്ച് കൊടുക്കാനുള്ള ഒരു തിക്നെസ്സിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ലീഫ് സ്റ്റിക്കായി പോവും. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫ്ലവർ മേക്കിംഗ് വയർ കാണാത്ത ഒരു രീതിയിൽ ആയി കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കിൽ നമ്മളെ ലീഫായിട്ട് വരും. ഇപ്പോൾ നമ്മളെ ലീഫിൻ്റെ സ്റ്റെമ്മിന് ഞാൻ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 ലീഫും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിലേക്ക് നമുക്ക് ഈ ഒരു ലീഫ് വെച്ച് കൊടുക്കണം. ഞാൻ ഗ്രീൻ ടാപ്പ് വെച്ചിട്ടാണ് ഇതും ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫ്ലവേഴ്സ് അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് ഫ്ലവേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം നമ്മളെ ഫ്ലവർ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാനിത് ഫ്ലവർ വേസിലേക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ക്രാഫ്റ്റായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.